സാർ നമസ്കാരം. സാർ, ഡൽഹി എന്ന് പറയുന്നത് എപ്പോഴും ബി ജെ പിക്ക് ഒരു കൈയകലമാണ്. സാധാരണ പറയും ഈ കേന്ദ്രം ഭരിക്കുന്നവർക്ക് ഡൽഹി തലസ്ഥാനം കൂടെ കിട്ടിയാലേ ഭരണം പൂർണ്ണതയിലെത്തൂ എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം എല്ലാ ഫലങ്ങളും പറയുന്നത് ബി ജെ പി മുൻതൂക്കം ബി ജെ പിക്ക് ഉണ്ടാവും, ബി ജെ പി തലസ്ഥാനം ഭരിക്കും, അതായത് ഡൽഹി ബി ജെ പി ഭരിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ പ്രവചനങ്ങളെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കണം? എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഹരിയാന തന്നെ അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഒരിക്കലും ഡൽഹിയിലെ ജനങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അധികാരത്തിൻ്റെ കുത്തൊക്കെ കൊടുത്തിട്ടില്ല. ദീർഘകാലം ഡൽഹി കോൺഗ്രസ് ഭരിച്ചു. അതിനുശേഷം ഡൽഹി ബി ജെ പിയുടെ കയ്യിലേക്ക് വന്നു. സുഷമ സ്വരാജ്, അതുപോലെ തന്നെ ഹർഷവർദ്ധൻ, ഇങ്ങനെ അവരുടെ മുഖ്യമന്ത്രിമാർ, പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാർ ഡൽഹിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡൽഹി ബി ജെ പിയുടെ കയ്യിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ പിടിച്ചു വാങ്ങിച്ചു. അരവിന്ദ് കെജ്രിവാൾ ഒരു ജൈത്രയാത്ര തന്നെ നടത്തി. ദീർഘകാലം അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ഭരിച്ചു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജീവിതത്തിലെ വലിയ സങ്കീർണമായൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഡൽഹിയുടെ പ്രത്യേകത, ഡൽഹിയിലെ ആളുകളിൽ ഏതാണ്ട് 99% ആളുകളും പല സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി വന്ന ആളുകളാണ്. മലയാളികളുണ്ട്, തമിഴരുണ്ട്, തെലുങ്കരുണ്ട്, പഞ്ചാബികൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന ആളുകളാണ് ഡൽഹിയിൽ താമസിക്കുന്നത്. അപ്പോൾ ഡൽഹി രാഷ്ട്രീയം നോക്കിയാൽ ഒരു കാലഘട്ടത്തിൽ ഡൽഹി രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത് ഡൽഹിയിലെ ഇമാമാണ്, ജുമാ മസ്ജിദിലെ ഇമാമാണ്. സകല നേതാക്കന്മാരും ഇമാമിനെ പോയി കണ്ട് വണങ്ങി അദ്ദേഹം ഒരു ഫത്വ പുറപ്പെടുവിക്കും. നിങ്ങൾ ഇന്ന കോട്ടിയാണ്, ഇന്ന പാർട്ടി കോട്ടിയാണ്, അവരായിരിക്കും അധികാരത്തിൽ വരുന്നത്. ഒരു കാലഘട്ടത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഡൽഹിയിലെ മുസ്ലിം വോട്ട് സംഘടിതമായി അത് വെച്ച് വില പേശി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഡൽഹിയിലെ ഇമാം. അപ്പോൾ ഡൽഹിയിലെ ഇമാമിന് അവിടെ ഉണ്ടായിരുന്നൊരു കുത്തക പൊളിച്ചു കളഞ്ഞത് ബി ജെ പി തന്നെയാണ്. കാരണം കോൺഗ്രസ് അവിടെ സറണ്ടർ ചെയ്തപ്പോൾ ഇമാമിനെ വെല്ലുവിളിക്കാൻ തയ്യാറായത് ബി ജെ പിയാണ്. അങ്ങനെ ബി ജെ പിയുടെ കയ്യിലേക്ക് അധികാരം വന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് നിരന്തരമായി ഡൽഹി ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആൻറ്റി ഇൻകംബൻസി സ്വാഭാവികമായും ശക്തമായി കേജ്രിവാൾ വന്നു. അപ്പോൾ കേജ്രിവാൾ എങ്ങനെയാണ് ഡൽഹിയിലേക്ക് വന്ന കോൺഗ്രസിനെയും അതുപോലെ തന്നെ ബി ജെ പിയെ തോൽപ്പിച്ചുകൊണ്ട് കേജ്രിവാൾ ഡൽഹിയിൽ അധികാരത്തിലെത്താൻ കാരണം അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി വിരുദ്ധ സമരമാണ്. ആ സമരത്തിൽ അണ്ണാ ഹസാരയുടെ ഒരു ലെഫ്റ്റനൻ്റായിട്ട് തന്നെ കേജ്രിവാൾ നിന്നു. അപ്പോൾ അണ്ണാ ഹസാരയെക്കുറിച്ച് പരാമർശിക്കുന്നിടത്തൊക്കെ കേജ്രിവാളും പരാമർശിക്കപ്പെട്ടു. അദ്ദേഹം ഏതാണ്ട് അണ്ണാ ഹസാരയുടെ ഒരു വക്താവായി, അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ സമരത്തിൻ്റെ വക്താവായിട്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. IRSകാരനായിരുന്നു. നല്ലൊരു ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടിയ ആളാണ്. കൃത്യമായി ഒരു വിഷൻ ഉള്ള ഒരാളാണ്. അഭ്യസ്തവിദ്യനാണ്. ഉന്നത ഉദ്യോഗം വഹിച്ചിരുന്ന ആളാണ്. ഇതൊക്കെ കേജ്രിവാളിന് അനുകൂലമായ ഘടകമായിരുന്നു. അണ്ണാ ഹസാരയുടെ സമരത്തിൻ്റെ രാഷ്ട്രീയമില്ലായിരുന്നു. പക്ഷേ കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ അരവിന്ദ് കെജ്രിവാളിനുണ്ടായിരുന്നു. അതനുസരിച്ചാണ് അദ്ദേഹം നീങ്ങിയത്. ആ പ്ലാൻ അനുസരിച്ച് നീങ്ങി കേജ്രിവാളിൻ്റെ കൂടെ ആദ്യം തൊട്ടും നിന്നിരുന്ന ഒട്ടേറെ ആളുകൾ കേജ്രിവാളിനെ വിട്ടിട്ട് പോയിട്ടുണ്ട്. പ്രശാന്ത് ഭൂഷൺ അടക്കം ഒരുപാട് ആളുകൾ കേജ്രിവാളിൻ്റെ കൂടെ നിന്നാണ്. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരെല്ലാം കേജ്രിവാളിനെ വിട്ടുപോകാൻ കാരണം എല്ലാ അധികാരങ്ങളും കേജ്രിവാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. തൻ്റെ ഇഷ്ടത്തിന് കേജ്രിവാൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ, അത് നടപ്പിലാക്കാൻ ഡൽഹിയിൽ കേജ്രിവാളിന് കഴിഞ്ഞു എന്നുള്ളതാണ് കേജ്രിവാളിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കണമെങ്കിൽ പിന്തുണ വേണമല്ലോ. ജനങ്ങൾ കേജ്രിവാളിനോടൊപ്പം നിന്നു. അപ്പം കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും കേജ്രിവാളിൻ്റെ AAPയുടെയും രാഷ്ട്രീയം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഡൽഹി കണ്ട ഏറ്റവും കറപ്റ്റ് ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റായിരുന്നു. ഏറ്റവും കറപ്റ്റ് ഗവൺമെൻറ്റായിരുന്നു. നമ്മുടെ ഗവർണറായിട്ട് ഇവിടെ ഇരുന്ന ഷീല ദീക്ഷിത് വളരെ കറപ്റ്റ്. പക്ഷേ അവരൊരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു. പക്ഷേ ഗവൺമെൻറ് വളരെ കറപ്റ്റായിരുന്നു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹർഷവർദ്ധൻ അതുപോലെ തന്നെ സുഷമ സ്വരാജും ഒക്കെ ഭരിച്ചുവെങ്കിലും ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി കാര്യമായൊന്നും അവിടെ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ കറപ്ഷൻ, ക്ഷേമരംഗത്ത് കാര്യമായി ഒരു പ്രവർത്തനവും ചെയ്യാൻ കഴിയാതെ പോയ ബി ജെ പി ഗവൺമെൻറ്റുകൾ, അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലാണ് കേജ്രിവാൾ വരുന്നത്. കേജ്രിവാൾ ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഒരു വെൽഫെയർ പൊളിറ്റിക്സ് കൊണ്ടുവന്നത് കേജ്രിവാളാണ്. സ്ത്രീകൾക്ക് സൗജന്യങ്ങൾ കൊടുത്തു,
ഡൽഹിയിലെ ആശുപത്രികളൊക്കെ വളരെ നല്ല നിലയിൽ മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സ്വകാര്യ ആശുപത്രികളുമായിട്ട് തന്നെ കിടപിടിക്കത്തക്ക വിധത്തിലുള്ള ആശുപത്രി സൗകര്യങ്ങൾ അദ്ദേഹം ഡൽഹിയിൽ ഏർപ്പെടുത്തി. സർക്കാർ സ്കൂളുകൾ അദ്ദേഹം നവീകരിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സൗജന്യങ്ങൾ വാരിക്കോരി അദ്ദേഹം ഡൽഹിയിലെ ജനങ്ങൾക്ക് കൊടുത്തു. അത് ഡൽഹി പറ്റും. കാരണം എന്താ വെച്ചാൽ ഡൽഹി തലസ്ഥാന നഗരമാണ്. അവിടുത്തെ മറ്റു സൗകര്യങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റാണ് നോക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വരുമാനം വിനിയോഗിച്ചാൽ മാത്രം മതി. വേറെ തലവേദനയൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനില്ല. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട്. അത് വെൽഫെയറിൻ്റെ പല വെൽഫെയർ സ്കീമുകൾക്കായിട്ട് കേജ്രിവാൾ നീക്കിവെച്ചു. കുറേ കാലം മുമ്പ് ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിനായിട്ട് ടെൻഡർ വിളിച്ചപ്പോഴേ 100-190 കോടി രൂപ ചിലവായെങ്കിൽ അത് കൃത്യമായി ഗവൺമെൻറ് മേൽനോട്ടത്തിൽ അത് നടത്തി കഴിഞ്ഞപ്പോൾ 150 രൂപയ്ക്കോ 150 കോടി രൂപയ്ക്കോ എന്തോ അത് തീർക്കുകയും 10-20-30 കോടി രൂപ ലാഭം വരുത്തുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേ കേജ്രിവാളിൻ്റെ ആ പ്രവർത്തനത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് വലിയൊരു അക്സെപ്റ്റൻസ് വന്നു. ഡൽഹിക്കാർക്കും വലിയൊരു അക്സെപ്റ്റൻസ് വന്നു. മറ്റൊരു കാര്യം, ഡൽഹിയിലെ ചേരി നിവാസികൾക്കിടെ അവിടെ സംഘടിതമായ വോട്ടാണ്. അത് മതത്തിൻ്റെ പേരിലല്ല, അവർ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെയോ അവഗണനയുടെ പേരിൽ ഒന്നിച്ച് താമസിക്കുന്ന ആളുകളാണ്. എല്ലാ ജനവിഭാഗങ്ങളും ഉണ്ട് അവിടെ. അവിടെ ഈ ചേരി പ്രദേശത്ത് അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നന്നായിട്ട് ക്ലിക്ക് ചെയ്തു. ഇങ്ങനെയാണ് കേജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം അവിടെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കേജ്രിവാളിന് അടിപതറി. പ്രത്യേകിച്ച് ഈ മദ്യ നയവുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് വിട്ടത്, അല്ലാതെ ഗവൺമെൻറ് അല്ലല്ലോ. ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ കിടക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം ശ്രമിച്ചത് ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കാൻ ശ്രമിച്ചു. അത് തന്നെ ഒരു അധികാര മോഹത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ഒരു മുഖമാണ്. കേജ്രിവാൾ അങ്ങോട്ട് മാറി നിന്നാൽ ആം ആദ്മി പാർട്ടിയിൽ ആരും ഭരിക്കാനില്ല എന്ന് കേജ്രിവാളിന് തോന്നി എന്നുള്ളതാണ്. അവിടെ കേജ്രിവാളിൻ്റെ തകർച്ച തുടങ്ങുകയാണ്. ഏതൊരു നേതാവും ഏകാധിപത്യം പ്രകടിപ്പിക്കുന്നുവോ, താനല്ലാതെ മറ്റാരുമില്ല എന്ന് നേതാവിന് തോന്നുന്നു, അവിടെ നേതാവിൻ്റെ അധപ്പതനം ആരംഭിക്കുകയാണ്. കേജ്രിവാളിൻ്റെ അധപ്പതനവും അവിടെയാണ് ആരംഭിച്ചത്. പിന്നെ 30-33 കോടി രൂപ മുടക്കി അദ്ദേഹത്തിൻ്റെ പാലസ്, അത് വീടെന്ന് പറയാനൊക്കത്തില്ല, പാലസ്, ആ പാലസ് മൂടി പിടിപ്പിച്ചു. പിന്നെ ഈ ഉള്ള മന്ത്രിമാരുടെയൊക്കെ ആനുകൂല്യങ്ങൾ 4-5 ഇരട്ടി വർദ്ധിപ്പിച്ചു. ഇങ്ങനെ കിട്ടിയ പണം പലതരത്തിൽ ധൂർത്തടിക്കാൻ തുടങ്ങിയപ്പോൾ കേജ്രിവാളിൻ്റെ ഗ്രാഫ് ചെറുതായിട്ട് ഇടിയാൻ തുടങ്ങി. ഗോവയിലെ ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്നു, അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു, അവർ കേജ്രിവാളിനെ വിട്ടു. ഇപ്പോഴേ പഞ്ചാബിലുണ്ടെങ്കിലും പഞ്ചാബിലെ കേജ്രിവാൾ സഖ്യത്തിൽ ഏർപ്പെട്ടത് ഖാലിസ്ഥാൻവാദികളുമായിട്ടാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കേജ്രിവാളിന് രാജ്യസ്നേഹത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ അജണ്ട നടപ്പിലാക്കാനും തൻ്റെ അപ്രമാദിത്വം അടിച്ചേൽപ്പിക്കാനും തൻ്റെ വ്യക്തിത്വ നിർമ്മിതിക്കുമായി അദ്ദേഹം അധികാരത്തെ ഉപയോഗിച്ചപ്പോഴാണ് കേജ്രിവാളിൻ്റെ തകർച്ച തുടങ്ങുന്നത്. അവിടെ വേണം നമ്മൾ ഈ ഇലക്ഷനെ കാണാൻ. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. BJPയെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൈ അകലത്തിൽ നിർത്തിയവരാണ് ഡൽഹിയിലുള്ള ജനങ്ങളെന്ന് പറയുന്നത്. ഡൽഹിയിൽ സാറ് പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലത്തുള്ളവരാണ് വന്ന് താമസിക്കുന്നവരൊക്കെ. അപ്പോൾ അവർ ഈ കേന്ദ്രത്തിലുള്ള BJPയുടെ ഭരണം വിലയിരുത്തിയിട്ടായിരിക്കുമോ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? ഒരിക്കലുമല്ല. BJP അവിടെ 6 സീറ്റ് നേടുമ്പോഴും സംസ്ഥാനം കേജ്രിവാളിന് ഒരു കൊടുത്തിട്ടുണ്ട് ജനങ്ങൾ. അത് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ പഞ്ചായത്തിലെ ഒരു പാർട്ടിക്ക് കൊടുക്കും, ബ്ലോക്ക് പഞ്ചായത്തിൽ വേറെ പാർട്ടിക്ക് കൊടുക്കും, ജില്ലാ പഞ്ചായത്ത് വേറൊരാൾക്ക് കൊടുക്കും, സംസ്ഥാനം ഒരാൾക്ക് കൊടുക്കും, കേന്ദ്രം വേറൊരാൾക്ക് കൊടുക്കും. അപ്പം ഈ ജനങ്ങൾ ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ജനാധിപത്യം അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പ് 2014-ലും 2019-ലും ഒക്കെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ മുൻതൂക്കമാണ് BJPക്ക് കിട്ടിയത്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഭരണം അവർ കേജ്രിവാളിനെ ഏൽപ്പിച്ചത്. അത് കേജ്രിവാളിൻ്റെ വെൽഫെയർ സ്കീം കൊണ്ടാണ്. കേന്ദ്രത്തിൽ മോദി ഭരിക്കാനാണ് ഡൽഹിയിലെ ആളുകൾ ആഗ്രഹിക്കുന്നത്. കാരണം ഡൽഹി ഭരിക്കേണ്ടത് ഇച്ഛാശക്തിയുള്ള ഒരു നേതാവാണ് എന്നുള്ളതാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വിരൽ ചൂണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും താമസിക്കുന്ന സ്ഥലമാണ് ഡൽഹി. അവരെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി നാമാവിശേഷമാകുമെന്നുള്ളൊരു ചിത്രമാണ് കാണുന്നത്. കാരണം കോൺഗ്രസിനെ പറ്റിയത് ഇത് തന്നെയാണ്. കോൺഗ്രസ്സിന് രാജ്യസ്നേഹം ഇല്ലാതായി മാറി. ഒരു കുടുംബത്തിലേക്ക് കോൺഗ്രസിൻ്റെ അധികാരം കേന്ദ്രീകരിച്ചു. ആ കുടുംബത്തിൽപ്പെട്ട സ്ത്രീയും അവരുടെ മക്കളും അവർക്ക് അവരുടേതായ ഹിഡൻ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു ഭാഗമായിട്ട് മാറി. കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഇല്ലാതാകുകയും കാര്യസ്ഥന്മാരെ വെച്ച് ജന്മി ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം കോൺഗ്രസിൽ നിലവിൽ വരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹിക്കാർ കോൺഗ്രസ് രാഷ്ട്രീയത്തെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഒരു തകർച്ച
ഇവിടെ ഉണ്ടാകും. എന്തായാലും ശരി, നരേന്ദ്രമോദിയുടെ ഒരു പേഴ്സണാലിറ്റി അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇതിന് തൊട്ട് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പ് 2024 നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും കൂടെ വെച്ച് ഡൽഹി തെരഞ്ഞെടുപ്പിനെ, സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിലയിരുത്തിയാൽ BJPക്ക് മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിൽ ഡൽഹിയിൽ അധികാരത്തിൽ വരാനാണ് സാധ്യതയെന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.